നമസ്കാരം. ശ്രീകലാ ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്ദ്രനെ ബ്രഹ്മഹത്യ പാപം ബാധിച്ചതും ഇന്ദ്രൻ വിമോചിതനായതും എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലോകങ്ങൾക്കെല്ലാം ഭയത്തെ ഉണ്ടാക്കിയ വൃത്രൻ വധിക്കപ്പെട്ടപ്പോൾ 3 ലോകങ്ങളും ആശ്വസിച്ചു. പക്ഷേ ഇന്ദ്രന് മാത്രം സുഖമുണ്ടായില്ല. വൃത്രനെ വധിക്കാൻ ഇന്ദ്രന് ഇഷ്ടമില്ലായിരുന്നു. കാരണം ഒരിക്കൽ ബാധിച്ച ബ്രഹ്മഹത്യയെ വളരെ കഷ്ടപ്പെട്ടാണ് ഒഴിവാക്കിയത്. വൃത്രവധത്തിനാൽ വീണ്ടും ബ്രഹ്മഹത്യ ബാധിച്ചാൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഭയപ്പെട്ടു. അപ്പോൾ പാപം പോക്കിത്തരാമെന്ന് ഋഷികൾ പറഞ്ഞതനുസരിച്ചായിരുന്നു വൃത്രനെ വധിച്ചത്. വധം കഴിഞ്ഞതും ബ്രഹ്മഹത്യ ഇന്ദ്രനെ ബാധിക്കാനെടുത്തു. ഒരു രക്ഷാമാർഗവും കാണാതെ ഇന്ദ്രൻ മാനസ സരസിൽ താമരനാളത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് നിരാഹാരനായി 1000 സംവത്സരം കഴിച്ചുകൂട്ടി. ആ കാലത്തിൽ നഹുഷൻ സ്വർഗം ഭരിച്ചു. സ്വർഗഭോഗം നഹുഷനെ മതാന്തനാക്കി തീർത്തു. ഒരിക്കൽ അഗസ്ത്യ മഹർഷിയെ നിന്ദിച്ചതിന്റെ ഫലമായി ശാപമേറ്റ് മലപ്പാമ്പായി പതിച്ചു. ഇന്ദ്രൻ മാനസസരസിലിരുന്ന കാലമത്രയും തപസ്സു ചെയ്തതിന്റെ ഫലമായി ശ്രീഹരിയും ശ്രീശിവനും ലക്ഷ്മി ദേവിയും അനുഗ്രഹിച്ച് പാപമുക്തനായി. പിന്നീട് ഋഷികൾ അശ്വമേധയാഗം കഴിച്ചപ്പോൾ പാപം നിശേഷം തീർന്ന് പൂജ്യനായി വീണ്ടും സ്വർഗം ഭരിച്ചു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.